ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊക്കെ ശ്രദ്ധിച്ചാണ്. യെസ്, നമ്മൾ ഓല S1 Pro സെക്കൻഡ് ജെന്നിന്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് തരാൻ പോകുന്നത്. എൻ്റെതായ രീതിയിൽ എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതും എത്ര മണിക്കൂർ ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ ഓടും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളും, അത് കൂടാതെ 10,000 കിലോമീറ്റേഴ്സിന്റെ ഒരു റിവ്യൂവും കൂടെയാണ് ഞാൻ തരാൻ പോകുന്നത്. 10,000 കിലോമീറ്റേഴ്സ് ഓടിയ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഐ ഗെസ് ഓല S1 Pro സെക്കൻഡ് ജെൻ ഇറങ്ങിയ സമയത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് കിട്ടിയിരുന്നു. കാരണം ഫസ്റ്റ് സ്ലോട്ട് ബുക്ക് ചെയ്തതായിരുന്നു. അപ്പോഴാണ് നമുക്കായിരുന്നു ആദ്യം കിട്ടിയത്. അതിനുശേഷം അങ്ങനെയല്ല, നമ്മളെ കൂടെ ബുക്ക് ചെയ്ത ഒരു കൂട്ടം ജനതയ്ക്കായിരുന്നു ആദ്യം കിട്ടിയിരുന്നത് കേരളത്തില്. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇപ്പോഴൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. നമ്മളെ ബുക്ക് ചെയ്ത സമയത്ത് ഏകദേശം 2 months ഡിലേ ഉണ്ടായിരുന്നു. 2 മാസം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുള്ളത്. സോ ഈ ഒരു വണ്ടി ഇപ്പൊ 10,000 കിലോമീറ്റേഴ്സ് ഓടി ഏകദേശം 4-5 മാസം കൊണ്ടാണ് അത്രയും ഓടിയിരിക്കുന്നത്. സോ അത്രത്തോളം എനിക്ക് ആ വണ്ടിയെ കുറിച്ച് കറക്റ്റായിട്ട് അറിയാമായിരിക്കും. ഞാനല്ല ഫുൾ ഓടിയതെങ്കിൽ കൂടി എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം. സോ എന്റേതായ രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇലക്ട്രിക്കിലേക്ക് വരാനുള്ള കാര്യം തന്നെ വേറൊന്നും കൊണ്ടല്ല, ഫ്യൂവൽ കോസ്റ്റ് വളരെ കുറവാണ്. അതായത് നമ്മൾ പെട്രോൾ അടിക്കുന്നതിനെക്കാട്ടി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇലക്ട്രിക് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇലക്ട്രിക്കിലേക്ക് വരാൻ കാരണം. അത് കൂടാതെ തന്നെ നല്ല ബെറ്റർ മൈലേജ് പ്ലസ് നമുക്ക് ഒത്തിരി ക്യാഷ് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക്കിലേക്ക് മാറിയത്. സോ നമുക്ക് നേരെ വിടുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നേക്കുന്നതെന്ന് തന്നെ ആദ്യമേ തന്നെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് സെക്കൻഡ് ജനറേഷനിലേക്ക് വന്നപ്പോൾ ഓല S1 Pro സെക്കൻഡ് ജെന്നിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് തന്നെ ആദ്യമേ തന്നെ നോക്കാം. ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ മാറ്റി ഡുവൽ ഷോക്ക് സസ്പെൻഷനിലേക്ക് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗൈസ്, അലോയ്സിൻ്റെ ഡിസൈനും കാര്യമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഷാർപ്പായ ഡിസൈൻസാണ് ഇപ്രാവശ്യം ഓല S1 Pro സെക്കൻഡ് ജെൻ വന്നിരിക്കുന്നത്. ഗൈസ്, ടെയിലൈറ്റ്സിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇപ്രാവശ്യം ഓല S1 Pro സെക്കൻഡ് ജെൻ വന്നിരിക്കുന്നത്. അതുപോലെ ഗ്രാബ് റെയിലിൻ്റെ ഡിസൈനും മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് ടൈം കുറച്ച് മൈലേജ് കൂട്ടാനും ഓല S1 Pro സഹായിക്കുന്നുണ്ട്. കുറേ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും മെയിൻലി നോട്ടബിൾ വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. സോ നമുക്കിനി നേരെ നമ്മുടെ വണ്ടിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് തൊട്ട് സംസാരിക്കാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു 2 LED ലാംപ്സ് വെച്ചിട്ട് അതിന് ചുറ്റും ഒരു റിംഗ് ലൈറ്റ് പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടാണ് നമുക്ക് ഓല S1 Proൻ്റെ ഹെഡ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കാം, ഇവിടെ ഒരു ഓല ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ഇവിടെയാണ് നമ്മളെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്, കാണാം. ഗൈസ്, അപ്പോൾ 10,120 കിലോമീറ്റേഴ്സ് ഓടിയിട്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു സ്കൂട്ടർ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ളതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയിനകത്ത് നമുക്ക് കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിലേക്ക് കിടക്കാം. ഗ്രാബ് റെയിൽ നമുക്ക് മാറ്റിയിട്ടുണ്ട്, ഡിസൈനിൽ മൊത്തത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വേരിയൻറ്റിൽ എന്ന് പറയുമ്പോൾ 2 പീസായിരുന്നു. ഇതിപ്പം വരുമ്പോൾ ഒറ്റ പീസാക്കിയിട്ടുണ്ട്, കാണാൻ നമുക്ക് ഒറ്റ പീസാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ട്രിപ്പിൾസൊക്കെ അടിക്കാൻ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് വണ്ടി വലിക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ റോഡിൽ ട്രിപ്പിൾസ് അടിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ചെയിന് കാണാം. ചെയിനല്ല, അത് ബെൽറ്റാണ്. സോ നമ്മൾ അലോയ് വീൽസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ മോട്ടറും കാര്യങ്ങളും എല്ലാം തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഓല S1 Pro സെക്കൻഡ് ജെന്നിൽ നമുക്ക് 2 ഫുഡ് റെസ്റ്റ് അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ലേഡീസ് ഫുഡ് റെസ്റ്റ് ഇല്ല. അതുപോലെ പിന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിറേഴ്സ് നമുക്കിവിടെ കാണാം, കണ്ടില്ലേ? വളരെ കിഡിലെ മിറേഴ്സാണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തരുന്ന മിറേഴ്സാണ്. ഓക്കെ, എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്ലാന്റഡ് ഫുട്ടാണ് 2 സൈഡും കിട്ടുന്നത്. സോ ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്ക് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ ഹൈറ്റ് ഐ ഡോണ്ട് നോ, കറക്റ്റ്ലി എനിക്കറിയത്തില്ല. ഈ റെഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് ഈ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, റൈഡ് മോഡായി. ഇപ്പോൾ നോർമൽ 103 കിലോമീറ്റേഴ്സ് ഓടും, ചാർജ് 71 ആണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മോഡ് സ്വിച്ച് ചെയ്യാനായിട്ട് ഇവിടെ സ്വിച്ചസ് അവൈലബിൾ ആണ്. നോക്കിക്കോ, ഇവിടെ നോക്കണം, സ്പോട്ടായി.
ഹൈപ്പറായി. നോർമൽ, സ്പോർട്ട്, ഹൈപ്പർ, അതുപോലെ എക്കോ മോഡലാണ് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. കണ്ടില്ലേ, 127 കിട്ടും നമുക്ക്. എന്താ പറയുക, 71% ചാർജാണ്. 100-ൽ എനിക്ക് 169-170 അടുപ്പിച്ച് കിട്ടും. അത് ജെനുവിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ജെനുവിനാണ്. ഒരു 160 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈറ്റ് ഓപ്ഷൻ. ലൈറ്റ്സിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 ഇതുണ്ട്, ബ്രൈറ്റും ഡിമ്മും അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഓപ്ഷൻ. ഇതിൽ റിവേഴ്സ് ഉണ്ട്, റിവേഴ്സ് ഗിയർ ഉണ്ട്. റിവേഴ്സ് ഗിയറിൽ നമുക്ക് ക്രൂസ് കൺട്രോളും അതിൽ കൂടെ തന്നെയാണ് വരുന്നത്. ഇവിടെ ആയിട്ട് പ്രസ് ചെയ്താൽ റിവേഴ്സ് അടിക്കും. ആണോ, റിവേഴ്സ് അടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ഫ്രണ്ടിലോട്ടല്ല കൊടുക്കേണ്ടത്, ബാക്കിലോട്ട് കൊടുത്താൽ മതി. ബാക്കിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീങ്ങുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് റിവേഴ്സ് അടിക്കേണ്ടത്. അതുപോലെ ഓക്കെ, റിവേഴ്സ് ഓഫ് ചെയ്യാനും അത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു 10-20-ലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്പീഡിൽ തന്നെ അങ്ങ് പോയിക്കോളും. ഓക്കെ, അപ്പോൾ റിവേഴ്സ് വീഴത്തില്ല, ആരും മേടിക്കണ്ട. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫേസസ് മാറ്റാൻ പറ്റും. ലോങ് പ്രസ് സ്ക്രീനിൽ ചെയ്യണം. ഓക്കെ, ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ കേരളമാണ് കിടക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറും, അത്ര തന്നെ. ഓക്കെ, എക്ലിപ്സ് മോഡുണ്ട്, വിൻറ്റേജ് ഉണ്ട്, വിൻറ്റേജിലൊക്കെ സൗണ്ടൊക്കെ വരും. ഓക്കെ, അതുപോലെ ബോൾട്ട് ഉണ്ട്, ബോൾട്ടിലും അത്യാവശ്യം കുഴപ്പമില്ല. ഞാനിപ്പോൾ കേരളമാണ് ഇട്ടിരിക്കുന്നത്, പക്ഷേ എനിക്ക് ബോൾട്ടാണ് ഇഷ്ടം. ബോൾട്ടാണ് കുറച്ചുകൂടി നല്ലത്. അതായത് മീൻസ് നല്ലത്, അത്ര തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ സൈഡിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് തന്നെ നമുക്ക് മാപ്പ് ഇടാൻ പറ്റും. മാപ്പ് ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഇത് നമുക്ക് മോഡ് സൗണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഓൺ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ശബ്ദമായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളിലും പോകുമ്പോൾ. പിന്നെ സേഫ്റ്റി ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻഡിക്കേറ്ററാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഡബിൾ ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഈ ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും. അത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓൺ ആയിരിക്കും. ഓക്കെ, സേഫ്റ്റി ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഓൾ സെറ്റിങ്സ് എടുക്കുകയാണെങ്കിൽ കാണാം, ഡിസ്പ്ലേ, ബ്ലൂടൂത്ത്, വൈഫൈ, സൗണ്ട്, ലൈറ്റ്, നാവിഗേഷൻ, ബാറ്ററി, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അബൌട്ട്, സിസ്റ്റം അപ്ഡേറ്റ്, ആക്സസ് കൺട്രോൾ, ഡോക്യുമെൻറ്റ്സ്, സേഫ്റ്റി, സെക്യൂരിറ്റി, ബാറ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരൊറ്റ മോഡേ ഉള്ളൂ, വെക്കേഷൻ മോഡാണ്. അത് നിങ്ങൾ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വണ്ടി ചുമ്മാ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിട്ടിട്ട് പോവാം. പിന്നെ നമുക്ക് ഇതിനകത്ത് നാവിഗേഷന് വേണ്ടിയിട്ട് 2 ഇതുണ്ട്. മാപ്പ് മൈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. ഓല മാപ്സും ഉണ്ട്, മാപ്പ് മൈ ഇന്ത്യയാണ് നല്ലത്. ഓക്കെ, ഹാലോ ലാമ്പ് ഇട്ട് കാണിച്ചു തരാം ഞാൻ. ഹാലോ ലാമ്പ് ഇട്ട് കഴിഞ്ഞാൽ പൊളിയാണ്. ഓക്കെ, പക്ഷെ നമുക്ക് ഇത് മാത്രം ഓണാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. ഓക്കെ, അതൊരു പ്രശ്നമാണ്. ഗൈസ്, അത്രയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സ്ക്രീനകത്ത് വരുന്നത്. ഗൈസ്, ഇതൊക്കെയായിരുന്നു ഓല S1 Pro സെക്കൻഡ് ജെന്നിൻ്റെ റിവ്യൂ. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.